കിച്ചൺ ടീമായിരുന്ന ഗബ്രി, ജാസ്മിൻ, ശ്രീരേഖ, യമുന ഈ ഒരു 4 പേരെ ഇന്ന് ലാലേട്ടൻ നിർത്തിപ്പൊരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഒരു ഗ്യാസ് ലീക്കായ ആ ഒരു സംഭവം തന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിച്ച ഒരു സംഭവമാണ് അവിടുത്തെ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് അടുത്ത് ആ ഒരു ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല. അതിന്റെ അടുത്തൂടെ ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, യമുന ഇവരൊക്കെ മാറി മാറി നടക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ആ ഒരു സംഭവം ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് യമുനയാണ് പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞ് അവിടെ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് പോയതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഗബ്രിയൊക്കെ അതിന്റെ തൊട്ടടുത്ത് നിന്ന് വന്ന് പപ്പടമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് കിച്ചൺ ടീമായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് നല്ല രീതിയിൽ വഴക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ഇതേ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ലിമിറ്റഡ് ആയിട്ട് ആ വീട്ടിലേക്ക് ഗ്യാസ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തവണ പക്ഷെ ഒരു ശിക്ഷാ നടപടിയും കൊടുത്തില്ല. അധികം കാര്യമായിട്ട് ഈ ഒരു വിഷയത്തെ പരിഗണിച്ചുമില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരുമ്പോൾ ഈ ഒരു സംഭവം കാര്യമായിട്ട് തന്നെ അവരോട് കാര്യഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ബിഗ് ബോസ് അതിന് വലിയൊരു നടപടി സ്വീകരിക്കാത്തത്. എന്തായാലും ഈ ഒരു വിഷയം ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.